إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى بشيرا ونذيرا بين يدي الساعة اللهم صل على محمد وعلى أزواجه وذريته كما صليت على آل إبراهيم وبارك على محمد وعلى أزواجه وذريته كما باركت على آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة عباد الله أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون فأعوذ بالله من الشيطان الرجيم فهل عسيتم إن توليتم أن تفسدوا في الأرض وتقطعوا أرحامكم أولئك الذين لعنهم الله فأصمهم وأعمى أبصارهم صدق الله. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ സമ്പൂർണമായി പാലിച്ച് ജീവിക്കണമെന്നും ജീവിതത്തിലുടനീളം തഖ്വയും ഇഖ്ലാസും നഷ്ടപ്പെടുത്തി കളയാതെ സദാ കൂടെ കൊണ്ടുപോകണമെന്നും ഞാൻ ആദ്യമേ തന്നെ എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖികളിലും മുഖ്ലിസുകളിലും ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ പാപങ്ങളും അബദ്ധങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു തരികയും ശേഷിക്കുന്ന കാലം അള്ളാഹുവിന്റെ തൃപ്തിയിൽ കഴിഞ്ഞുകൂടാനുള്ള മഹാഭാഗ്യം അവൻ നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, ഞാൻ നിങ്ങൾക്ക് മുമ്പ് ഓതി വെച്ച ആയത്ത്, അതിന്റെ അർത്ഥം എങ്ങനെയാണ്? നിങ്ങൾക്ക് ഭൂമിയിൽ അല്ലാഹു അധികാരം നൽകിയാൽ ഫഹൽ അസൈതും ഇൻ തവല്ലൈതും, നിങ്ങൾ ഈ ഭൂമിയെ ഏറ്റെടുക്കുകയാണെങ്കിൽ അൻ തുഫ്സിദു ഫിൽ അർളി വ തുഖത്തിഉ അർഹാമക്കും, നിങ്ങൾ ഈ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയേക്കാം, രക്തബന്ധങ്ങളെ മുറിച്ചു കളഞ്ഞേക്കാം. ഒരു കൂട്ടരെ സംബോധന ചെയ്ത് അള്ളാഹു പറയാണ്, അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള അധികാരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവര് ഭൂമിയെ അതിനെ പുഷ്കരമാക്കാൻ, അതിനെ അഭിവൃദ്ധിപ്പെടുത്താനൊന്നും അല്ല നോക്കുക, നശിപ്പിക്കാനാണ് നോക്കുക. നാടും നശിപ്പിക്കും, കുടുംബവും നശിപ്പിക്കുന്നത്. നാട്ടിൽ നിങ്ങൾ കുഴപ്പമുണ്ടാക്കും, അർഹാമക്കും, നിങ്ങളുടെ തന്നെ കുടുംബ ബന്ധങ്ങളെ, രക്തബന്ധങ്ങളെ നിങ്ങൾ മുറിച്ചു കളയുകയും ചെയ്യും. അങ്ങനെ ചെയ്യുന്ന പക്ഷം ഉലൈകല്ലദീന ലഅനഹുമുല്ലാഹ്, അല്ലാഹു അവരെ ശപിച്ചിരിക്കുന്നു. ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുക, രക്തബന്ധങ്ങളെ വിലമതിക്കാതെ അതിനെ മുറിച്ചു കളയാൻ ശ്രമിക്കുകയും ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ശാപത്തിന് അർഹരാണ് എന്ന് മാത്രമല്ല, അവർക്ക് ഏതെങ്കിലും കാലത്ത്
ഹിദായത്ത് ലഭിക്കാനും ഇടയില്ല. ശാപം അള്ളാന്റെ കിട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അവന്റെ കാര്യം കഴിഞ്ഞല്ലോ. അതോടെ അള്ളാഹുവിന്റെ ശാപം കിട്ടുന്നതോടുകൂടി അള്ളാഹു അവരുടെ ചെവികളെ കേൾക്കാൻ പറ്റാത്തതാക്കി കളയും. അള്ളാഹു അവരുടെ കണ്ണുകളുടെ കാഴ്ച നഷ്ടപ്പെടുത്തി കളയും. ഇത് ഭൗതികമായ നിലയ്ക്ക് അവർക്ക് കേൾക്കാൻ പറ്റില്ല, അല്ലെ കാണാൻ പറ്റില്ല എന്ന അർത്ഥത്തിലല്ല. അള്ളാഹു ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ വിശുദ്ധ ഖുർആനിൽ നടത്തുന്നത് സത്യം അവർക്ക് കാണാനും സത്യം അവർക്ക് കേൾക്കാനും പറ്റുന്നൊരവസ്ഥ നേര് കണ്ടെത്തി ചിന്തിച്ച് കണ്ടെത്താനുള്ള അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്ന തൗഫീഖ് നഷ്ടപ്പെട്ടു പോകുന്നതാണ്. നമ്മുടെ ഇഹലോകവും അതോടെ കഴിയും, പരലോകം കഴിയും. അപ്പൊ ഇഹപര ദുരന്തത്തിന് നിമിത്തമാകുന്ന വലിയ രണ്ട് തിന്മകളാണ് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുക എന്നുള്ളതും രക്തബന്ധങ്ങളെ വിലമതിക്കാതെ അതിനെ മുറിച്ചു കളയുക, അത് ബന്ധം പുലർത്താതിരിക്കുക എന്നതൊക്കെ ഖുർആന്റെ ആയത്താണ് ഞാൻ ഉദ്ധരിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോടൊരു ഹദീസ് പറയുന്നത്. ആ ഹദീസിൽ എങ്ങനെ കാണാം? വതുർസലുൽ അമാനത്തു വറഹീമു ഫതഖൂമാനി ജംബതൈ സിറാത്തി യമീനൻ വശിമാല. നാളെ പരലോകത്തില് നമ്മളൊക്കെ മഹ്ശറയിൽ വിചാരണയൊക്കെ കഴിഞ്ഞ് സിറാത്ത് എന്നൊരു പാലം ഉണ്ടല്ലോ, നരകത്തിന്റെ മുകളിൽ കെട്ടിയൊരു പാലാണ്. ഈ പാലത്തിലൂടെ കടന്നിട്ട് വേണം സ്വർഗത്തിലെത്താൻ. ഒമാമിൻകും ഇല്ല വാരിദുഹ. അങ്ങനെ നരകത്തിന്റെ മുകളിലൂടെ കടന്നു പോകാതെ ഒരാൾക്ക് സ്വർഗത്തിൽ എത്തിച്ചേരാൻ കഴിയില്ല എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സ്വർഗത്തിൽ പോകേണ്ടവരുടെ റൂട്ട് ഇതാണ്. നരകത്തിന്റെ മുകളിലൂടെയാണ് ആ സ്വർഗത്തിലേക്കുള്ള വഴി പോവുക. ആ പാലം കടക്കാൻ നേരത്ത് രണ്ടാളെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഗുണങ്ങളെ, അതിലൊന്ന് അമാനത്താണ്. അമാനത്ത് എന്ന് പറഞ്ഞാൽ വിശ്വസ്തതയാണ്. ഒരു മുസ്ലിമിന് എന്നും ഉണ്ടാവേണ്ട ഒരു സാധനമാണ് അമാനത്ത് എന്ന് പറയുന്നത്. അവനാരെയും വഞ്ചിക്കുന്നവനാവില്ല, പറ്റിക്കുന്നവനാവില്ല. അമാനത്ത് കൈമുതലാക്കിയവനാണ് വിശ്വാസി. അമാനത്തും റഹിം കുടുംബ ബന്ധവും, ഈ രണ്ട് ഗുണങ്ങളെ, അമാനത്തിനെയും കുടുംബബന്ധത്തിനെയും അള്ളാഹു നാളെ ഈ രണ്ട് സംഗതികളും, അമാനത്തും കുടുംബബന്ധവും സിറാത്ത് പാലത്തിന്റെ ഇടത്തും വലത്തുമായി നിൽക്കും. ഇതെന്തിനാ? വെറുതെ അതിലെ പോകുന്നവരെ കാണാൻ വേണ്ടിയൊന്നുമല്ല. അള്ളാഹു അമാനത്തിനെയും റഹ്മിനെയും സിറാത്തിനെ രണ്ട് കരയിൽ നിർത്തുന്നത് അവർക്ക് ചില ഉത്തരവാദിത്തങ്ങളോട് ചെയ്യാനുണ്ട്. അതുകൊണ്ട് കുറച്ച് പണിയുണ്ട്. അമാനത്തിനും റഹ്മിനും കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് പറയാ അല്ലേ? ഇതിൽ വരുന്ന ആൾക്കാരെ പിടിക്കാൻ പറ്റിയ അവസരം ആരെയൊക്കെയാണ് പിടിക്കേണ്ടത്? അമാനത്ത് പാഴാക്കിയവൻ, കുടുംബ ബന്ധത്തെ പരിഗണിക്കാത്തവൻ, ഇവരൊക്കെ അവിടെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് സംഗതികൾ അള്ളാഹു സിറാത്തിന്റെ ഇടത്തും വലത്തും കൊണ്ട് നിർത്തിയിരിക്കുന്നത്. കടന്നു പോകാൻ കഴിയില്ല എന്നർത്ഥം. അള്ളാഹുവിന്റെ വിചാരണയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ രക്ഷപ്പെടാമെന്ന് വിചാരിച്ച് സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റൊക്കെ വാങ്ങിയിരിക്കുമ്പോഴത്തേക്കുമാണ് ലാസ്റ്റ് ചെക്ക് പോയിന്റിൽ. ഇപ്പൊ കുടുംബബന്ധം പാലിക്കാത്ത സിറാത്ത് കടക്കാൻ വരുമ്പോ തന്നെ കുടുംബബന്ധം തടയും, അമാനത്ത് തടയും. നിക്കവിടെ കുറച്ച് കാര്യങ്ങൾ തീർക്കാനുണ്ട്. ഈ ലോകത്ത് നീ ഇങ്ങനെ വലിയ ആളായിട്ട് നടന്നതല്ലേ അല്ലേ? കുടുംബക്കാരുടെയൊക്കെ മുമ്പിൽ ഞാനാ വലിയ പാവം, നിങ്ങളൊക്കെയാണ് തെറ്റുകാര്, ബന്ധങ്ങൾ പുതുക്കാതെ പരിഗണിക്കാതെ കുറ്റപ്പെടുത്തി ജീവിച്ചില്ലേ? അതിനെ കണക്ക് പറഞ്ഞിട്ട് പോയാൽ മതി എന്നല്ല ഹദീസിന്റെ ബാക്കിയുണ്ട്. അതിലിങ്ങനെ കാണുന്നത് പിന്നെന്താ വെച്ച് കഴിഞ്ഞാല്, ഇത് രണ്ടും അവിടെ കൊണ്ടേ നിർത്തും. അത് കഴിയുമ്പോ ഈ ആളുകള് സിറാത്തിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോഴത്തേക്കാണ് നരകത്തിൽ നിന്ന് ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരിക. കൊളുത്തുകൾ. ഈ കൊളുത്ത് ആളുകൾ വലിച്ചു താഴത്തേക്ക് ഇടുന്നതാണ്. അപ്പൊ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ആർക്ക് വേണ്ടിയായിരിക്കും കൊളുത്തു പൊങ്ങി വരിക എന്നുള്ളത്. അമാനത്ത് കുടുംബബന്ധവും പരിഗണിക്കാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ കൊളുത്തുകൾ ഉയർന്നു വരിക. അതവരെ മുറിവേൽപ്പിക്കും, അതവരെ വലിച്ചു താഴത്തേക്കിടും. അങ്ങനെ അതിന്റെ ശിക്ഷ കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ ആളുകൾക്ക്, വിശ്വാസികളുടെ അവസ്ഥയാണ് ഈ പറയുന്നത്. അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സിറാത്ത് പാലത്തിന്റെ ഒന്നും ആവശ്യമില്ല. അവര് നരകത്തിന് നേരെ മാഷറയിൽ നിന്ന് നേരെ തന്നെ നരകത്തിലേക്ക് പോയിട്ടുണ്ടാവും. വിശ്വാസികളെ കുറിച്ചിട്ടാണ് നമ്മൾ ഭയക്കണം എന്നർത്ഥം. ദാരിയയെ കുറിച്ച് പറയുന്ന സംഗതിയല്ല. അള്ളാഹുവിൽ വിശ്വസിച്ചിട്ടുള്ള, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യപ്രവാചകനായി മനസ്സിലാക്കിയിട്ടുള്ള, ആ വിശ്വാസത്തിന്റെ നെഞ്ചിന്റെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന, അതിന്റെ വിളിക്കുത്തരം കൊടുത്ത് 5 നേരം പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്ന അള്ളാഹുവിന്റെ അടിമകളായി നമ്മളെ പേടിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, മുസ്ലിങ്ങളെ പേടിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഹദീസ് ഉള്ളത്. പക്ഷെ ആളുകൾ ഇപ്പോഴും എത്രയൊക്കെ ഗൗരവത്തിൽ ഈ സംഗതിയെക്കുറിച്ച് പറഞ്ഞാലും
കുടുംബ ബന്ധം ആളുകൾക്കാർക്കൊരു പ്രശ്നമല്ല. അത് മുറിയുന്നതിലോ അത് വിളക്കി ചേർക്കുന്നതിലോ ഒരു താല്പര്യവും ആർക്കും ഇല്ല എന്നുള്ളതാണ്. പക്ഷെ ഖുർആനും സുന്നത്തും ഇത്രത്തോളം ശക്തമായി നമ്മളോട് ആഹ്വാനം ചെയ്ത മറ്റൊരു കാര്യം തന്നെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേറൊരു ഹദീസ് ഉണ്ട്, അതിലിങ്ങനെ കാണാം: വമൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയസിൽ റഹ്മഹു. ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ ഈമാനെ പിടിച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ, ആത്യന്തികമായി നമ്മുടെ വിശ്വാസം രണ്ട് കാര്യങ്ങളിൽ പ്രധാനമായിട്ടും കേന്ദ്രീകരിച്ചിരിക്കുന്നു. ഒന്ന് അള്ളാഹുവിലുള്ള വിശ്വാസം, മറ്റൊന്ന് പരലോകത്തിലുള്ള വിശ്വാസം. ബാക്കിയൊക്കെ ഇതിനിടയിൽ വരുന്ന സംഗതിയാണ്. ഈമാൻ കാര്യം പറയുമ്പോൾ ഈമാൻ കാര്യത്തിന്റെ ആദ്യത്തെ സംഗതി പറയുക അള്ളാഹുവിലുള്ള വിശ്വാസമാണല്ലോ, അവസാനം പറയുക പരലോകമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നന്മതിന്മകൾ അള്ളാഹുവിൽ നിന്നുള്ളതാണെന്നുള്ള വിശ്വാസമുണ്ട്, അത് അള്ളാഹുവിൽ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അപ്പൊ ഈമാൻ കാര്യത്തെ മൊത്തം അങ്ങ് ചുരുക്കുകയാണെങ്കിൽ രണ്ട് കാര്യത്തിലേക്ക് ഒതുങ്ങും. അത് അള്ളാഹുവിൽ വിശ്വസിക്കുക, അന്ത്യദിനത്തിൽ വിശ്വസിക്കുക. നിങ്ങളിൽ ആരെങ്കിലും അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ ഫൽയസിൽ റഹിമഹു, അവനവന്റെ കുടുംബ ബന്ധം ചേർത്ത് കൊള്ളട്ടെ എന്ന് പറഞ്ഞാൽ, കുടുംബ ബന്ധം ചേർക്കാത്തവൻ ഈമാനുമായിട്ട് ബന്ധമൊന്നുമില്ല. ഈമാൻ നിങ്ങൾക്കുണ്ടെന്നാണോ നിങ്ങളുടെ വാദം എങ്കിൽ ഇതും കൂടെ നിങ്ങളുടെ കൂട്ടത്തിൽ ചേർത്ത് പിടിച്ചേ മതിയാവുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, കുടുംബ ബന്ധം ചേർക്കുന്നവന് നരകത്തിൽ നിന്ന് തന്നെയുള്ള മോചനം ഉണ്ടെന്നാണ്. അത് നമ്മൾ നേരത്തെ കണ്ടല്ലോ. കാരണം നരകത്തിന്റെ കവാടത്തില് അല്ലെ, പിന്നെ നരകത്തിന്റെ മുകളിലൂടെ വലിച്ചു കെട്ടിയിരിക്കുന്ന സിറാത്ത് പാലം കടന്നു പോകാൻ പോകുമ്പോഴാണ് ഇയാൾ അവിടെ നിൽക്കുന്നത്. കുടുംബബന്ധം കുടുംബബന്ധം അവിടെ നിൽക്കുകയാണ്. അപ്പൊ ഇവിടെ നിന്നുള്ള ഈ കുടുംബബന്ധത്തിന്റെ ചോദ്യം ചെയ്യലും രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ സിറാത്തിലേക്ക് വേഗം പോകാന്നുള്ളതാണ്. ആ സംഗതിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ വിശദീകരിക്കുന്നത്. ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ ഒരാൾ വന്നു. ഈ മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിക്കുകയാണ്, ദുല്ലനി അലാ അമലിൻ അമലുഹു യുദ്നീനി മിനൽ ജന്ന വയുബാഇദുനി മിനൻ നാർ. അല്ലാഹുവിന്റെ റസൂലേ, എനിക്കൊരു അമല് പഠിപ്പിച്ചു തരണം, എനിക്കൊരു കർമ്മം പഠിപ്പിച്ചു തരണം, ചെയ്യാൻ വേണ്ടി ഒരു കാര്യം എനിക്ക് അറിയിച്ചു തരിക. വിശ്വാസിയായ ഒരു മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ വന്നിട്ട് പറയാണ്, എനിക്കൊരു കാര്യം അങ്ങ് പഠിപ്പിച്ചു തരണം. ആ കാര്യത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് യുദ്നീനി മിനൽ ജന്ന, ആ കർമ്മം എന്നെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കണം, എന്നെ സ്വർഗത്തിലെത്തിക്കുന്ന, വയുബാഇദുനി മിനൻ നാർ, നരകത്തിൽ നിന്നും എന്നെ അകറ്റി നിർത്തുന്ന. നരകത്തിൽ പോവാതെ സ്വർഗത്തിൽ പോകാൻ പറ്റുന്നത്, നരകത്തിൽ പോവാതെ സ്വർഗത്തിൽ പോവാൻ പറ്റുന്ന ഒരു കർമ്മം എനിക്ക് പറഞ്ഞു തരുമോ നബിയെ എന്നൊരാള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നിട്ട് ഇങ്ങനെ ചോദിക്കുക. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മനുഷ്യനോട് എന്താ പറഞ്ഞെന്നറിയോ? വിഷയം ഇന്നതായതുകൊണ്ട് നിങ്ങൾക്ക് വിഷയം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, പ്രത്യേകിച്ച് ഇനി പറഞ്ഞില്ല എങ്കിൽ തന്നെ. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, തഅബുദുല്ലാഹ ലാ തുശ്രികു ബിഹി ഷൈഅ, നീ അല്ലാഹുവിനെ ആരാധിക്കണം, അനുസരിക്കണം, ആ വിഷയത്തിൽ മറ്റാരെയും പങ്കുകാരെ ചേർക്കരുത്. ശുദ്ധ തൗഹീദ്. നിന്റെ അടിമത്തം നീ നൽകേണ്ടത് അള്ളാഹുവിന് മാത്രമായിരിക്കണം, അവനെ മാത്രമായിരിക്കണം അനുസരിക്കേണ്ടത്, ആരാധിക്കേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത്, ഭയക്കേണ്ടത്. ഇബാദത്തിന് എന്തൊക്കെ അർത്ഥമുണ്ടോ അതൊക്കെ കൂടെ കൂട്ടിയിട്ട് ആ വിഷയത്തിൽ പിന്നെ വേറെ ആരെയും, ബീവിനെ, തങ്ങളെയും, അയാളെ, മറ്റേയാളെയും, പാർട്ടിനെ, പ്രസ്ഥാനത്തെയും, നേതാവിനെയും ഒന്നുമല്ല, നാട്ടു ആചാരങ്ങളെയും ഒന്നുമല്ല, അതൊന്നും വാക്ക് മാറ്റി വെച്ചേക്കും. ആത്യന്തികമായ അനുസരണ അള്ളാഹുവിനോട് മാത്രം. അള്ളാഹു വിശുദ്ധ ഖുർആനിലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുവചനങ്ങളിലും ഏതൊക്കെ കൽപ്പനകൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ തന്നെ ആയിരിക്കണം നിന്റെ ജീവിതം, അതായിരിക്കണം നിന്റെ ജീവിതത്തിന്റെ മാനിഫെസ്റ്റോ, അതായിരിക്കണം നിന്റെ ഭരണഘടന. അതിനപ്പുറത്ത് പിന്നെ വേറൊന്നും പാടില്ല. ബാക്കിയൊക്കെ മാറ്റി വെച്ചേക്ക്. അതൊക്കെ തൽക്കാലം ഈ ലോകത്ത് കഞ്ഞി കുടിക്കാനുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് തരുമായിരിക്കും, അത് മാറ്റി വെച്ചോട്ടെ. അപ്പൊ അനുസരണത്തിന്റെ വിഷയത്തിൽ അള്ളാഹുവിന് മാത്രമാകുക. പിന്നെ പിന്നെ അതിന്റെ പ്രകടനമാണ്. എങ്ങനെയാണ്? നിസ്കാരം നിലനിർത്തണം. 5 നേരം നിസ്കരിക്കണം. എപ്പോഴെങ്കിലൊക്കെ സമയം കിട്ടുമ്പോഴത്തേക്ക് നിസ്കരിക്കാന്നുള്ളല്ല. തുഖീമസ്സല, നിസ്കാരം നിലനിർത്തണം. സക്കാത്ത് നൽകണം. ഇത്രയും കാര്യം ഇസ്ലാം കാര്യം എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. ഇസ്ലാം കാര്യം 5 അല്ലേ? അവകളെ അറിയൽ ഫർദാണ്. ആ 5 കാര്യത്തിൽ വന്നു. ഷഹാദത്ത് കലിമ, അള്ളാഹുവിൽ വിശ്വസിക്കുക, നിസ്കരിക്കുക, സക്കാത്ത് കൊടുക്കുക. ബാക്കിയുള്ള 2 അതുണ്ട്. അവസാനമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യനോട് പറയുന്നത് ഈ ഇസ്ലാം കാര്യത്തിന്റെ 5 വരാത്തൊരു സാധനമാണ്. വതസില റഹിമക്, നീ നിന്റെ കുടുംബബന്ധം കൂടെ ചേർക്കണം. അപ്പൊ വെറുതെ നീ അള്ളാഹുവിൽ വിശ്വാസിയായി നിസ്കരിച്ച് സക്കാത്ത് മാത്രം പിടിച്ചിട്ട് കാര്യമില്ല. അത് പ്രധാനമാണ്, അത് ആദ്യത്തെ സംഗതിയാണ്. ആദ്യത്തെ 3 ആണത്.
അത് മാത്രം കൊണ്ട് നിനക്ക് സ്വർഗത്തിൽ പോവാൻ കഴിയില്ല, അല്ലെങ്കിൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. അത് മാത്രം ഒരുപക്ഷെ നിന്നെ സ്വർഗത്തിൽ എത്തിച്ചേക്കും. അങ്ങനെയാകാമല്ലോ. ഈ 3 കാര്യം ഒരുപക്ഷെ നിന്നെ സ്വർഗത്തിൽ എത്തിച്ചേക്കും, പക്ഷെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടത്തില്ല. കുറച്ചാലും നരകത്തിൽ കിടക്കേണ്ടി വരും. കാരണം ഇവിടെയുള്ള കാത്തു നിൽക്കുകയാണ് 2 ആൾ, അമാനത്ത് കുടുംബബന്ധവും. നരകത്തിന്റെ മുകളിൽ വെച്ച് കെട്ടിയ സിറാത്ത് പാലം കടക്കാൻ പോകുന്നയാളെ ചോദ്യം ചെയ്യാനായി, തടഞ്ഞു നിർത്താനായി ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ. അപ്പൊ നരകത്തിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടണോ എങ്കിൽ വത്തസിലു റഹ്മക, നീ നിന്റെ രക്തബന്ധത്തെ ചേർത്തു നിർത്തണം. ഇത്രയും പറഞ്ഞു. ഇയാൾക്ക് പിന്നെ വേറെ ചോദ്യമൊന്നുമില്ല. അവിടെ ഇയാൾക്ക് കിട്ടേണ്ട കിട്ടി. അപ്പൊ തനിക്ക് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തന്ന ഈ 4 കാര്യം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാമെന്ന തീരുമാനത്തോടെ ഈ മനുഷ്യൻ ഇയാൾ തിരിച്ചുപോയി. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇയാൾ തിരിച്ചു പോകുമ്പോ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളോട് പറയാണ്, ഇൻ തമസ്സക ബിമാ ഉമിറ ബിഹി, ഇയാളോട് ഇപ്പൊ ഞാൻ കുറച്ച് കാര്യങ്ങൾ കൽപ്പിച്ചല്ലോ, അയാൾ ആ കാര്യങ്ങൾ മുറുകെ പിടിക്കുമെങ്കിൽ ദഖലൽ ജന്ന, അയാൾ സ്വർഗത്തിൽ കടന്നു. അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്ത ഹദീസ് ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സഹീഹായ ഹദീസ് ഗ്രന്ഥത്തിൽ കൊണ്ടുവന്നതാണ്. തർക്കമൊന്നും ആ വിഷയത്തിലില്ല. ഇയാളൊന്ന് മുറുകെ പിടിക്കുമെങ്കിൽ, ഈ പറഞ്ഞ 4 കാര്യം ഇയാൾ ജീവിതത്തിൽ പാലിക്കുമെങ്കിൽ ഇയാൾ സ്വർഗത്തിൽ കടന്നിരിക്കും. ദഖലൽ ജന്ന, അയാൾ സ്വർഗത്തിൽ കടന്നിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാക്ഷ്യപ്പെടുത്തുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ സംഗതി ഇയാൾക്ക് മാത്രമൊന്നുമല്ല കേട്ടോ. അള്ളാന്റെ റസൂൽ ഒരു കാര്യം ഇങ്ങനെ പറയുമ്പോൾ അയാൾക്ക് വേണ്ടി മാത്രമുള്ള, പിന്നെ കൂടെയുള്ളവരോട് നബി ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ആ മനുഷ്യനെ മാത്രമല്ല സ്വർഗത്തിൽ കടത്തുന്ന ഈ 4 കാര്യം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ഏകത്വ പ്രഖ്യാപനം, അള്ളാഹിനെ മാത്രം പിന്നെ അടിമത്തത്തെ അംഗീകരിക്കുക, നിസ്കരിക്കുക, സകാത്ത് കൊടുക്കുക, പിന്നെ ബാക്കി ഈമാൻ കാര്യങ്ങളൊക്കെ ചെയ്യണം, ഇസ്ലാം കാര്യങ്ങളൊക്കെ അനുഷ്ഠിക്കണം. ആ കൂട്ടത്തിൽ കുടുംബവും കൂടെ ഉണ്ടെങ്കിൽ ദഖലൽ ജന്നത്ത്. അബ്ദുല്ലാഹ് ബിൻ സലാം റളിയല്ലാഹു തആല ഇസ്ലാമിലേക്ക് വന്ന പ്രമുഖനായ ജൂത പണ്ഡിതനാണ്. ഇസ്ലാം കണ്ടെത്തി ഇസ്ലാമിലേക്ക് വന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ ഉത്തമ സഹാബിയായി ജീവിച്ചൊരു മനുഷ്യൻ അബ്ദുല്ലാഹ് ബിൻ സലാം റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, യാ അയ്യുഹന്നാസ്, അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഒറ്റ മനുഷ്യന്മാർ വിളിച്ചിട്ട് പറയുക, അഫ്ഷുസ്സലാമ, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, അഫ്ഷുസ്സലാമ, നിങ്ങൾ സലാം പ്രചരിപ്പിക്കുക. ഇപ്പൊ സലാമൊക്കെ മുസ്ലിമിനോടല്ലാത്ത ആൾക്കാരോടൊക്കെ പറയാവുന്നുള്ളൊക്കെ സംശയം പലർക്കും ഉണ്ടാവില്ലേ? സലാം ആരോടാ പറയാ? സലാം ആര് പറഞ്ഞാലും മടക്കുക. നമ്മൾ വളരെ സങ്കുചിതരായി പോകുന്നുണ്ട് പല കാര്യങ്ങളിലും. ലോകം മൊത്തം ഒരൊറ്റ കുടുംബമായി മനുഷ്യന്മാരൊക്കെ നമ്മൾ എല്ലാവരുടെയും സഹോദരങ്ങളായി ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മളിപ്പോഴും ചെറുത്. ഞാൻ അതിലേക്ക് പോണില്ല, അതല്ലല്ലോ വിഷയം. അഫ്ഷുസ്സലാമ, നിങ്ങൾ സലാം പ്രചരിപ്പിക്കുക. വഅത്ഇമു ത്വആമ, നിങ്ങൾ ഭക്ഷണം നൽകുക. വിശക്കുന്നവന്, ആവശ്യക്കാരന്, ഇല്ലാത്തവന് നിങ്ങൾ ഭക്ഷണം കൊടുക്കുക. ശാന്തി മന്ത്രങ്ങളാവട്ടെ നിങ്ങളുടെ വായിലൂടെ പുറത്തേക്ക് വരേണ്ടത്. നിങ്ങൾ ആളുകൾക്ക് ഉപകാരികളായിട്ട് അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് വേണ്ടത് കൊടുത്ത് ജീവിക്കൂ. പിന്നെ കൂട്ടത്തിൽ വസിലുൽ അർഹാം, നിങ്ങൾ കുടുംബ ബന്ധം ചേർക്കുന്നവരാവുക. വസല്ലൂ ബില്ലൈലി വന്നാസു നിയാമുൻ, പിന്നെ നമ്മളോടൊക്കെ മാത്രം പ്രത്യേക കൽപ്പന റസൂലിന്റെ, ആളുകളൊക്കെ ഉറങ്ങിക്കിടക്കുമ്പോ രാത്രിയിൽ നിസ്കരിക്കുകയും ചെയ്യുക. കുറെ കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മൊത്തം മനുഷ്യർക്ക് വേണ്ടിയുള്ളത് അല്ലെ. അതിൽ തന്നെ ഇസ്ലാമിലേക്ക് വരാന്നൊരു സന്ദേശം കൂട്ടത്തിലുണ്ട് കേട്ടോ. അപ്പൊ കുടുംബബന്ധം ചേർക്കുന്നതിനെ കുറിച്ച് ഈ ഹദീസിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. എന്നിട്ട് എന്താ പറഞ്ഞെന്നറിയോ? തദ്ഖുലുൽ ജന്നത ബിസലാമിൻ, പ്രാസം ഒപ്പിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുരക്ഷിതരായി സ്വർഗത്തിൽ കടക്കാം. ബിസലാമിൻ, തദ്ഖുലുൽ ജന്നത ബിസലാമിൻ, നിങ്ങൾക്ക് ശാന്തമായി സ്വർഗത്തിൽ കിടക്കാം. അതെങ്ങനെ ശാന്തമായിട്ട് സ്വർഗത്തിൽ കിടക്കുക? സലാമോടെ സ്വർഗത്തിൽ കിടക്കുന്നത് എങ്ങനെ? സലാം പറഞ്ഞുകൊണ്ട് പോവാന്നാണോ? അല്ലല്ലോ. സ്വർഗത്തിലേക്ക് കുറെ പരീക്ഷണങ്ങളുണ്ട്, നമ്മളിപ്പോ തന്നെ കേട്ടു. നരകത്തിന്റെ മുകളിൽ വലിച്ചു കെട്ടിയ ഈ നരകപാലത്തിന്റെ മുകളിലൂടെ കടന്നിട്ടല്ലാതെ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് എത്താൻ കഴിയില്ല. ഇതൊരു വലിയ പരീക്ഷണമാണ്. കമ്പുകളും കൊളുത്തുകളും അല്ലെ ചാട്ടുളികളും ഒക്കെ ഉയർന്നു പൊങ്ങുന്ന സിറാത്ത് പാലത്തിലൂടെ ഇങ്ങനെ കടന്നിട്ട്, പരീക്ഷണങ്ങൾ കടന്നിട്ട്, അതിന്റെ വലിയും കുത്തും അല്ലെ. ആ കൂട്ടത്തിൽ കുറെ ആൾക്കാരില്ലേ, ഇടിമിന്നൽ പോലെ അതിന്റെ വേഗതയിൽ ഈ പാലം മുറിച്ചു കടന്ന് സ്വർഗത്തിലെത്തുന്നവർ, കുതിരകളെ പോലെ അവിടേക്ക് വേഗത്തിലെത്തുന്നവർ, കൊടുങ്കാറ്റടിക്കുന്നത് പോലെ അത് കടന്നു പോകുന്നവർ, അവർക്കൊന്നും ഏശാനില്ല. നരകത്തിന്റെ ഒരു തീയോ ഒരു കരിയോ ഒരു പുകയോ ഒരു ചൂടോ
ഇതൊന്നും ഇല്ലാതെ ഈ ആളുകൾ മനുഷ്യന്മാർ സ്വർഗത്തിലേക്ക് പോകും. അങ്ങനെ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ ഇവിടെ ടിക്കറ്റ് നോക്കാൻ നിൽക്കുന്ന ആ രണ്ടാളിൽ ഒരാൾ കുടുംബബന്ധമാണ്. അയാളുടെ ആ പരിശോധനയിൽ നിന്നും രക്ഷപ്പെട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് വളരെ സുരക്ഷിതമായി നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് എത്തിച്ചേരാന്നുള്ളതാണ്. ഇതിനെന്താ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ സംഗതിയേ ഉള്ളൂ, കുടുംബബന്ധം ചേർക്കുക. ഈ കുടുംബബന്ധം ചേർക്കുന്നതിൽ പലപ്പോഴും നമുക്കൊക്കെ തടസ്സം എന്താ അറിയോ? കയ്യിൽ നിന്ന് ക്യാഷ് പോകും എന്നുള്ളതാണ്. അത് വലിയ കാര്യമാണ്. കാണാൻ പോകുമ്പോഴത്തേക്കും ചെറിയ കെട്ട് ചിലപ്പോൾ കയ്യിലുണ്ടാവണം. അത് വേണം നിർബന്ധമൊന്നുമല്ല കേട്ടോ, അതിന്റെ ഒരു ഭംഗിയാണല്ലോ. ഒരു നല്ല നാട്ടാചാരാണ്, മോശം നാട്ടാചാരം എന്ന് പറയത്തില്ല. അത് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്, അത് വേറെ സംഗതി അല്ലേ. ഇനി ആരെങ്കിലും വീട്ടിലേക്ക് വന്നാലോ അവർക്ക് മന്തി വാങ്ങിച്ചു കൊടുക്കണം, അല്ല ചിക്കൻ വാങ്ങാൻ പോണം, പൈസ ചെലവുണ്ട് അല്ലേ. കുടുംബക്കാര് വീട്ടിൽ വരുമ്പോഴത്തേക്ക് അസ്വസ്ഥത പ്രകടിപ്പിക്കുന്ന ആളുകളുണ്ട്. ഇല്ലാന്ന് ഞാൻ വെറുതെ പറയുന്നില്ല, ചിലരുടെയൊക്കെ വായി അങ്ങനെ തന്നെ കേട്ടിട്ടുണ്ട്. വന്നിട്ടില്ല, ഇപ്പൊ 3 ദിവസത്തേക്ക് സമാധാനം ഇല്ല. പണച്ചെലവ് ഒരു പ്രശ്നമാണല്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഇത് നമുക്ക് പണച്ചെലവാണോ അതല്ല ഇനി നമുക്ക് പണം കൂടുകയാണോ ചെയ്യാന്നത് കേൾക്കുമ്പോ അറിയാമല്ലോ. എന്തായാലും നബി കളവ് പറയാറില്ല, റസൂല് കളവ് പറഞ്ഞിട്ടില്ല. സാദിഖുൽ മസ്ദൂഖ് എന്ന് നമ്മൾ പറയുക. മുത്തഫഖുൻ അലൈഹി ആയ ഹദീസ് സഹീഹ് ബുഖാരി മുസ്ലിം അൻ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, മൻ അഹബ്ബ അൻ യുബ്സത ലഹു ഫീ റിസ്ഖിഹി വയുൻസഅ ലഹു ഫീ അസറിഹി ഫൽയസിൽ റഹ്മ. ആർക്കെങ്കിലും അവന്റെ വിഭവങ്ങളിൽ ബറക്കത്ത് ലഭിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, റിസ്ഖ് എന്ന വാക്ക് ഭക്ഷണത്തിന് മാത്രം ഉപയോഗിക്കുന്നതല്ല, അള്ളാഹു നമുക്ക് ഈ ഭൗതിക ലോകത്ത് ജീവിക്കാനായി തന്ന സകല ഭൗതിക വസ്തുക്കൾക്കും റിസ്ഖ് എന്ന് പറയാവുന്നതാണ് തന്നെ പണ്ഡിതന്മാരുടെ അഭിപ്രായം. ഭക്ഷണം റിസ്ഖാണ്, വീട് റിസ്ഖാണ്, വാഹനം റിസ്ഖാണ്, തോട്ടം റിസ്ഖാണ്, കച്ചവടം റിസ്ഖാണ്. പിന്നെ എന്തൊക്കെ നമ്മൾ ഈ ഭൂമിയിൽ ആസ്വദിക്കുന്നുണ്ടോ അതൊക്കെ റിസ്ഖാണ്. ഇതൊക്കെ നിങ്ങൾക്ക് വർദ്ധിച്ചു കിട്ടണമെന്ന് ആഗ്രഹമുണ്ടോ? ഇനിയും കുറച്ചുകൂടെ നല്ല ഭക്ഷണം കഴിക്കാൻ. ഇന്ന് മേടിച്ചത് മത്തിയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല വിഭവങ്ങൾ കഴിക്കാൻ മനുഷ്യനല്ല ആഗ്രഹം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ വൈകുന്നേരം വീട് വിട്ട് ഇങ്ങനെ പുറത്ത് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ നിൽക്കുന്നത്. പുതിയ രുചിഭേദങ്ങൾ തേടിയിട്ട് യാത്ര ചെയ്യുന്നില്ലേ ആളുകൾ. വണ്ടി ഒന്നുകൂടെ കുറച്ചുകൂടെ അപ്ഗ്രേഡ് ചെയ്യാൻ, ബൈക്കിൽ നിന്ന് മാറി കാറിലേക്ക്, കാർ കുറച്ചുകൂടെ വലുതാക്കാൻ, വീട് കുറച്ചുകൂടെ വലുതാക്കാൻ. ഇതൊന്നും ഭൗതികമായി മോശമല്ല കേട്ടോ, അങ്ങനെ വിചാരിക്കേണ്ട. അതിനുവേണ്ടി തന്നെ ജീവിതവും ബാക്കിയുള്ളവന്റെ കഷ്ടപ്പാട് കാണാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് പ്രശ്നം വരിക. മറ്റുള്ളവന്റെ കഷ്ടപ്പാട് കാണണം, ഇല്ലാത്തവന് കൊടുക്കണം. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ ആവല്ലേ നീ വയറ് നിറക്കാൻ നിൽക്കല്ലത്. അയൽവാസി പട്ടിണി കിടക്കുമ്പോഴാണ് വയറ് നിറക്കുന്നതെങ്കിൽ അവൻ തമ്മിൽപ്പെട്ടവനല്ല. അയൽവാസിക്ക് തിന്നാനുണ്ടെങ്കിൽ നീ തിന്നോളൂ. അയൽവാസിന്റെ വീട്ടിൽ ഇറച്ചി മേടിച്ചിട്ടുണ്ടെങ്കിൽ നീ ഇറച്ചി വാങ്ങിച്ചു കഴിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. ഇനിയില്ലേ കുറച്ച് അങ്ങോട്ട് കൊടുത്താൽ മതി. അപ്പം ഭൗതിക സാഹചര്യങ്ങൾ വർദ്ധിക്കുന്നത് അത് ഇസ്ലാം ഒരിക്കലും ഇഷ്ടപ്പെടാത്ത സംഗതിയൊന്നുമല്ല. വർദ്ധിക്കണം എന്ന് തന്നെയാണ്. ഭൂമി എങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരണമെന്നില്ല. അതിനുവേണ്ടി ആ ഒരു ഖിലാഫത്ത് അല്ലാഹു മനുഷ്യന് ഭൂമിയിൽ നൽകിയത്. അതുപോട്ടെ, ഏതായാലും അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭൗതിക സാഹചര്യങ്ങൾ വർദ്ധിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, ആ വാക്കിന് കുറച്ച് വിശാലാർത്ഥമുള്ള വാക്കാണ്. നിങ്ങളുടെ മക്കൾക്കും കൂടെ ബർക്കത്ത് കിട്ടാൻ, നിങ്ങളുടെ പരമ്പരകൾ ലോകത്ത് ബാക്കിയാവാൻ, നിങ്ങളുടെ കീർത്തിയും നിങ്ങളുടെ പ്രസിദ്ധിയും ലോകത്ത് ശേഷിക്കാൻ, നിങ്ങളുടെ അസർ ബാക്കിയാവാൻ. നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആര് നമ്മളെ എത്ര കാലം ഓർത്തിരിക്കും? അതറിയാൻ വേണ്ടി കഴിഞ്ഞ ആഴ്ചയോ അതിന് മുന്നത്തെ മാസമോ മരിച്ചുപോയ എത്ര ആളുകളെ നമ്മൾ ഓർക്കുന്നുണ്ടെന്ന് വിചാരിച്ചാൽ മതി. അത്രേ നമുക്കുണ്ടാവുള്ളൂ വയസ്സ്. നമ്മുടെ സ്മരണകൾ അത്രേ ഉണ്ടാവുള്ളൂ. ആ മരിച്ചുപോയ ആളുകളുടെ ഭാര്യയല്ലേ ചിലപ്പോൾ മക്കളൊക്കെ കുറച്ചു കാലം കൂടെ വാപ്പ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു അല്ലെ, ഭർത്താവ് ഉണ്ടായിരുന്നെങ്കിൽ, ഭാര്യ ഉണ്ടായിരുന്നെങ്കിൽ, ഇങ്ങനെ അടുത്ത ആൾക്കാർ പറയുമായിരിക്കും. വർഷം ഒന്ന് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒന്ന് പറയാം, കഴിഞ്ഞ വർഷം ഈ സമയത്താണല്ലോ ഇന്നയാള് പോയത്, ചെറിയ കണ്ണീരൊക്കെ വന്ന്. നാട്ടുകാർക്ക് എന്ത് പോയി. പക്ഷെ ചില ആൾക്കാരെ നമ്മളിപ്പോഴും ഓർക്കാറില്ലേ ഇതൊക്കെ പറഞ്ഞാലോ? പെട്ടെന്ന് ചില ആളുകൾ നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ നാട്ടിൽ ജീവിച്ചിരുന്ന 5 കൊല്ലം 10 കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന നമ്മളുടെയൊക്കെ ചെറുപ്പകാലം ജീവിച്ചിരുന്ന കുറെ ആൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അതവിടെ ഒരു കീർത്തിയാണ്. അങ്ങനെ നിങ്ങളുടെ കീർത്തി നിങ്ങൾക്ക് ബാക്കിയാകണമെന്ന് ആഗ്രഹമുണ്ടോ? അപ്പൊ ഭൗതിക സാഹചര്യങ്ങൾ വർദ്ധിക്കുക, നിങ്ങൾ ഇങ്ങനെ ചിരഞ്ജീവികളാവുക ലോകത്ത്, അങ്ങനെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഫൽയസിൽ റഹിമഹു, അവനവന്റെ കുടുംബ ബന്ധം ചേർത്തുകൊള്ളട്ടെ. അവനവന്റെ കുടുംബ ബന്ധം ചേർത്തുകൊള്ളട്ടെ. ആ കുടുംബ ബന്ധം ചേർക്കുന്നവനെ ആ കുടുംബക്കാർ ഓർത്തിരിക്കും. അതാണ്. ഒരു കാലത്തും സന്ദർശനമില്ല, കാണലില്ല, പോകലില്ല, ഓർക്കലില്ല, ബന്ധമില്ല, പിന്നെ ആരോർത്തിരിക്കാനാ?
ഇതെല്ലാ കുടുംബക്കാർ ഓർത്തിരിക്കും. ആ ഇടക്കിടക്ക് ഇങ്ങോട്ട് വന്നിരുന്ന ആളാണല്ലോ, വിളിച്ച് അന്വേഷിക്കാറുണ്ടായിരുന്നല്ലോ, അവിടെ നിന്ന് കാണും പോലെ ചിരിക്കാറുണ്ടായിരുന്നു. ഇത് മനുഷ്യന്റെ മനസ്സിൽ ബാക്കി നിൽക്കും. അപ്പൊ അതൊരു നഷ്ടമല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ നഷ്ടമാണെന്ന് വിചാരിക്കുന്നെങ്കിൽ, ഭൗതികമായി നമുക്ക് സാമ്പത്തികമായി നഷ്ടമുണ്ടാക്കുന്നതാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നെങ്കിൽ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതൊരിക്കലും നിങ്ങൾക്ക് നഷ്ടമല്ല വരുത്തുക, നിങ്ങൾക്ക് ലാഭമാണ് വരുത്തുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞാൽ പിന്നെ നമ്മൾക്ക് പിന്നെ ഇതിന് സംശയിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ കുടുംബം ഒന്ന് ചേർക്കാൻ അങ്ങ് തുടങ്ങിയാൽ മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു നിലക്ക് നല്ല ഒരു മുത്തഖികളായ മുഖ്ലിസുകളായ കുടുംബബന്ധം ചേർക്കുന്ന ആളുകളായിട്ട് നാഥൻ നമ്മളെ ആക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലം അലാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാനികളായ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങൾ സമ്പൂർണമായ ജീവിതത്തിൽ പാലിക്കണമെന്നും അനുസരിക്കണമെന്നും ആ വിഷയത്തിൽ തഖ്വയും ഇഖ്ലാസും മുറുകെ പിടിക്കണമെന്നും ഒരിക്കൽ കൂടി എന്നോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഗൗരവത്തിൽ ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖികളിലും മുഖ്ലിസുകളും ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കുടുംബബന്ധം ചേർക്കുക എന്ന് പറയുമ്പോൾ എന്താണ്, എങ്ങനെയാണ് ഈ കുടുംബബന്ധം ചേർക്കുക? ഇത് മാത്രമുള്ള സംഗതിയാണെന്ന് നമുക്ക് മനസ്സിലായി. പക്ഷെ അത് ചേർക്കേണ്ടത് എങ്ങനെയെന്ന് കൂടി അറിയുമ്പോഴാണല്ലോ ആ പാഠം ഒന്ന് പൂർത്തിയാവുക. മൊത്തത്തിൽ പറഞ്ഞാൽ നമ്മൾ എല്ലാവരോടും നല്ല നിലക്ക് ഇടപെടുക എന്നുള്ള, നന്മയോടെ വർത്തിക്കുക. നമ്മളെ കൊണ്ട് കഴിയുന്ന നന്മകളൊക്കെ നമ്മളുടെ കുടുംബക്കാർക്ക് നമ്മൾ ചെയ്തു കൊടുക്കണം. നമ്മളുടെ കുടുംബ ബന്ധങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ വിട്ടു നിൽക്കണം. ആരെയും ദ്രോഹിക്കാൻ നിൽക്കണ്ട. എന്തെങ്കിലുമൊക്കെ നന്മകൾ ആളുകൾക്ക് ചെയ്തു കൊടുക്കുക, പ്രത്യേകിച്ച് കുടുംബക്കാർക്ക്. അതാണല്ലോ നമ്മുടെ വിഷയം. ഇതാണ് കുടുംബബന്ധം ചേർക്കുക എന്നതുകൊണ്ട് അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടിരുന്ന സംഗതി. അതുകൊണ്ട് തന്നെ നമ്മളുടെ ബന്ധങ്ങൾ ഇണങ്ങി നിൽക്കുന്നതിന്, ശക്തിപ്പെടുന്നതിന് നമുക്ക് കുറെ സംഗതികൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളായിട്ട് നമുക്ക് കണ്ടെത്തിയെടുക്കാൻ കഴിയും. വളരെ പ്രധാനപ്പെട്ട ചില സംഗതികൾ ചുരുക്കി എന്ന് പറയാം. അതിലൊന്ന് കുടുംബ ബന്ധുക്കളെ സന്ദർശിക്കുക എന്നുള്ളതാണ്. അത് പ്രധാനമാണ്. ഏറ്റവും വലിയ കാര്യം അതാണ്, സന്ദർശിക്കുക. ഈ കുടുംബ ബന്ധത്തെ സാധാരണ വിശദീകരിക്കാറുള്ളത് അത് ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ ഒരു യന്ത്രം പോലെ എന്നുള്ളതാണ്. ഇരുമ്പിന്റെ പ്രത്യേകത തുരുമ്പ് പിടിക്കുക എന്നുള്ളതാണ്. ഇടക്കിടക്ക് അതില് ഓയിലും ഗ്രീസും എണ്ണയൊക്കെ ഇട്ട് കൊടുത്തില്ലെങ്കിൽ തുരുമ്പിച്ചു പോകും. ആ ബന്ധത്തിന്റെ പ്രവർത്തനം അതോടെ നിലയ്ക്കും. അപ്പൊ കുടുംബ ബന്ധവും ഇതേപോലെ എണ്ണയിട്ട് കൊടുക്കേണ്ടുന്ന ഒരു യന്ത്രമാണ്. അതിന്റെ എണ്ണ എന്നുള്ളത് സന്ദർശനമാണ്. അത് സജീവമായി നിലനിൽക്കണമെങ്കിൽ നമ്മൾ സന്ദർശിക്കണം. അടുത്തുള്ള ആളുകളെ, അതൊരു കലണ്ടർ തയ്യാറാക്കണം. അതിനൊരു കലണ്ടർ തയ്യാറാക്കണം. ഗൃഹസന്ദർശനത്തിന് ഇത്ര ദിവസം കൂടുമ്പോഴത്തേക്കും ഞാൻ നമ്മൾ പല കാറ്റഗറിയാണല്ലോ ഈ കുടുംബങ്ങൾ എന്നുള്ളത്. ഏറ്റവും അടുത്ത് നമ്മളുടെ കൂടെ സദാ ഉണ്ടാകേണ്ടുന്ന ചില ആളുകൾ, മാതാപിതാക്കള്, മക്കള്, അത് കഴിഞ്ഞാൽ പിന്നെ സഹോദരങ്ങള്, പിന്നെ മുത്തുമ്മ, ഇളയമ്മ, ഇങ്ങനെ മാമ, ഇങ്ങനെ പോകുന്ന ഓരോ കാറ്റഗറി. ഈ കാറ്റഗറി നമ്മൾ തിരിക്കണം ആദ്യമായിട്ട്. ഉമ്മ പാപ്പ ഒരു കാറ്റഗറി, സഹോദരങ്ങൾ വേറൊരു കാറ്റഗറി, മറ്റൊരു മക്കൾ വേറൊരു കാറ്റഗറി. അങ്ങനെ ഓരോ ബന്ധങ്ങളെ കാറ്റഗറൈസ് ചെയ്യണം. എന്നിട്ട് ഈ കാറ്റഗറി ചെയ്തിട്ട് ഇത്ര ആളുകളെ, അപ്പൊ നമ്മൾ കേട്ടോ ഉമ്മാരാപ്പാൻ എത്ര ദിവസത്തിൽ കാണണം, നമ്മൾ കണ്ടെത്തണം. നമ്മുടെ സമയമെല്ലാം കണക്ക് കൂട്ടിയിട്ട് ഓരോരുത്തർക്ക് വ്യത്യസ്തമായിരിക്കും. സഹോദരങ്ങൾ എത്ര ദിവസത്തിൽ കാണണം. അപ്പൊ അടുത്തുള്ള ആളുകളെ ഈ ഒരു രീതിയിൽ കലണ്ടർ തയ്യാറാക്കി കാണുകയും അകലെയുള്ള ആളുകളുമായിട്ട് ഇന്ന് ബന്ധങ്ങൾ പുതുക്കാൻ സന്ദർശനം മാത്രമല്ലാതെ വേറെ മാർഗങ്ങളുണ്ട്. സോഷ്യൽ മീഡിയ സജീവമായി ഈ കാലത്ത് ഒന്ന് ഫോൺ വിളിക്കലാവാം, ഒന്ന് വാട്സാപ്പ് ചാറ്റിൽ ഒരു ഹായ് പറയലാവാം, മെസ്സേജ് ചെയ്യലാവും, വീഡിയോ കോൾ ചെയ്യലാകാം. ധാരാളം മാർഗങ്ങൾ, എമ്പടും സംഗതി അല്ലാഹ് നമ്മുടെ മുമ്പിൽ തന്നിട്ടുണ്ട്.
ഇതൊക്കെ അള്ളാഹ് ചോദിക്കട്ടെ. ഈ സൗകര്യങ്ങളെ വെച്ചിട്ട് പടച്ചോന്റെ ചോദ്യം നാളെ ഉണ്ടാവും. ഇതൊക്കെ ഞാൻ നിനക്ക് തന്നിട്ട് വെറുതെ സമയം കൊല്ലാൻ വേണ്ടിയല്ല ഇത് ഉപയോഗിക്കേണ്ടിയിരുന്നത്. നീ ഇത് വെച്ചിട്ട് നിന്റെ എത്ര കുടുംബ ബന്ധങ്ങളെ വിളക്കിച്ചേരും. അപ്പൊ സന്ദർശനം സാധിക്കുന്ന സ്ഥലങ്ങളിൽ സന്ദർശിക്കുക. അകലെയുള്ളവരെ, അടുത്തുള്ളവരെ, അല്ലാത്തവരൊക്കെ മറ്റുള്ള നിലയ്ക്ക് ഈ രീതിയിലൊക്കെ. അതേപോലെ ഒത്തുകൂടാൻ കിട്ടുന്ന അവസരങ്ങളുണ്ട്. കുടുംബക്കാരൊക്കെ സംഗമിക്കാൻ അങ്ങനെ ഉണ്ടാവുമല്ലോ. ചിലപ്പോ ഒരു മരണം, ഒരു കല്യാണം, മറ്റെന്തെങ്കിലുമൊക്കെ ഫാമിലി ഫംഗ്ഷൻസുകൾ, ഇതൊക്കെ ചില ആളുകൾക്ക് ഒഴിവാക്കുക എന്നുള്ളതൊരു ഹോബിയാണ്. അത് പങ്കെടുക്കാൻ വേണ്ടി അതിനുവേണ്ടി കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്ത് ഗൾഫിൽ നിന്ന് അതിനോട് ടിക്കറ്റ് ബുക്ക് ചെയ്ത് വരുന്ന ആൾക്കാരുണ്ട്. അവർ മറന്നിട്ടല്ല ഞാൻ പറയുന്നത്. അള്ളാഹു ഒരു അനുഗ്രഹിക്കുമാറാകട്ടെ. വേറെ ചില ആളുകള് ഇവർക്ക് പോകാതിരിക്കില്ല. അത്രേ ഭാഷ തിരക്ക് പറയല, എന്തേ വന്നില്ല, അത് തിരക്കായിരുന്നു അല്ലേ. അങ്ങനെ ചെയ്യരുത്. കുടുംബക്കാർ തമ്മിൽ ഒരുമിച്ച് കൂടാൻ കിട്ടുന്ന ഒരു അവസരം എന്തു വില കൊടുത്തും നമ്മുടെ ബാക്കി എന്ത് പൊതുസംഗതിയും മാറ്റിവെക്കണം. കട അടക്കണം, കച്ചവടം നിർത്തണം, ഓഫീസിൽ ലീവ് എടുക്കണം, അതിന് പോയേ പറ്റുള്ളൂ. അതോടുകൂടി കുറച്ച് ആൾക്കാരെ ഒന്നിച്ച് നമുക്ക് കാണാൻ കിട്ടും. എല്ലാവരും തമ്മിൽ ഒരുമിച്ച് അല്ലേ. അപ്പൊ അത്തരത്തിലുള്ള സന്ദർഭത്തിനുള്ള സംഗമത്തിനുള്ള അവസരങ്ങൾ നമ്മൾ ഒരിക്കലും പാഴാക്കണം. പരമാവധി അത് നമ്മൾ ചെയ്യണം. അപ്പോൾ സമ്മാനങ്ങൾ കൈമാറാൻ ശ്രമിക്കണം. അതിനെ ആദ്യം ഇടയ്ക്ക് പറഞ്ഞു വെച്ചിരുന്നു. ഒന്ന് പോകുമ്പോഴത്തേക്കും ഒരു ചെറിയ കിറ്റൊക്കെ ഒന്ന് വാങ്ങാം. 2 കിലോ ഓറഞ്ചിന് 100 രൂപയല്ലേ ഉള്ളൂ, അത് വാങ്ങിച്ചുകൊണ്ട് പോയിക്കോളി. അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഗതികളുമായിട്ട് സമ്മാനങ്ങൾ അല്ലെ. ഗൾഫിൽ നിന്ന് വരുന്ന ആൾക്കാരൊക്കെ ഗിഫ്റ്റുകൾ കൊടുക്കാറില്ലേ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആകാം. 2 ചോക്ലേറ്റ് വാങ്ങിയാൽ മതി. ഇത് ആരെ ഭാരമാക്കാൻ പറയുന്നല്ല, നമ്മളുടെ സാമ്പത്തിക നിലയ്ക്കനുസരിച്ചിട്ട് അങ്ങനെ കുറെ ആവശ്യത്തിൽ പറയുക. കഴിവുള്ളവന്റെ നിലയ്ക്ക്, കഴിവില്ലാത്തവന്റെ നിലയ്ക്ക് അത് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ കുറെ സംഗതികളുണ്ട്. എല്ലാം കൂടെ പറയാനുള്ള സമയമില്ല. ഞാൻ തൽക്കാലം നിർത്തുകയാണ്. കഴിയുന്ന പോലെ ബാക്കി ഇൻഷാ അല്ലാഹ് പറയാം. അപ്പൊ കുറെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കിയത്. അപ്പൊ ഇതിങ്ങനെ വെറുതെ ഒരു സാമൂഹിക ഭദ്രതയ്ക്ക് വേണ്ടി മാത്രം പറഞ്ഞു വെച്ചതല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇത് നമ്മളുടെ സ്വർഗമാണ്. ഇത് നമ്മളെ നരകത്തുനിന്ന് അകറ്റി നിർത്തുന്നതാണ്. നമ്മളുടെ തഖ്വയുടെ ഭാഗമാണ്, തഖ്വയുടെ സന്ദേശത്തിന്റെ ഭാഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു നിലയിൽ നല്ല വ്യക്തിത്വങ്ങളാവാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. കരുണാവാരിധിയായ നാഥ, നീ ഞങ്ങളുടെയൊക്കെ ബന്ധങ്ങളെ നീ ഊട്ടി ഉറപ്പിച്ച് നൽകണമേ അല്ലാഹുവേ. പ്രസവനെ എന്തെങ്കിലുമൊക്കെ അപാകതകൾ ആ വിഷയത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ നീ ഞങ്ങൾക്കും അവർക്കും തൗഫീഖ് നൽകണമേ നാഥ. ഞങ്ങളുടെ ബന്ധുക്കളിൽ പല ആളുകളും, ഞങ്ങൾ തന്നെ പലരും രോഗികളാണ്. പലവിധ പ്രയാസത്തിലും കഷ്ടപ്പാടിലും കഴിയുന്നവരാണ്. ആരുടെയും പ്രയാസങ്ങളും ദുരിതവും മാറ്റിക്കൊടുക്കാൻ ഞങ്ങൾക്ക് ആർക്കും ഒരു കഴിവില്ല. പടച്ചോനെ, അതിന്റെ കഴിവുകളൊക്കെ നിനക്ക് മാത്രമാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബിക്. നിന്നെ കൊണ്ടല്ലാതെ ഒരു ശേഷിയും ഒരു കഴിവും ആർക്കുമില്ല. നാഥ, നീ ഞങ്ങളുടെ എല്ലാവരുടെയും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാറ്റിത്തരണമേ അല്ലാഹ്. നിന്നെ വഴിപ്പെട്ട് ജീവിക്കാനുള്ള, നിന്റെ നിയമങ്ങളെ മാത്രം ഉൾക്കൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ അല്ലാഹുവേ. ഞങ്ങളുടെ മാതാപിതാക്കളെയും കുടുംബക്കാരെയും അനുഗ്രഹിക്കണമേ അല്ലാഹുവേ. മരിച്ചുപോയവരും ജീവിച്ചിരിക്കുന്നവരും അല്ലാഹുവേ എല്ലാവർക്കും നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ അല്ലാഹ്. ഞങ്ങളുടെ തലമുറകളെ നാഥ നീ ഖബൂലാക്കണമേ അല്ലാഹുവേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. اللهم إنا نعوذ بك من فتنة القبر ومن عذاب القبر ومن ضيق القبر ومن عذاب النار ونسألك الفردوس الأعلى. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءك وأعداء الدين. اللهم انصر إخواننا في فلسطين وسوريا. اللهم أذل أعداءك وأعداء الدين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى اللهم وسلم على محمد وآله وصحبه أجمعين والحمد لله رب العالمين. أقم الصلاة.